മാനുഫാക്ചറിംഗ് പ്രോസസ് എന്ന കോഴ്സിലെ സെക്കൻഡ് മോഡ്യൂളിലെ 9ാമത്തെ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ഡിഫെക്ട്സ് ഇൻ വെൽഡിംഗ്, ടെസ്റ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ. The topics we have already discussed: introduction to welding, arc welding equipment and accessories, electrodes for welding, weld positions, types of welded joints, gas welding, oxy-acetylene flames, modern welding methods. Today we will see some of the topics related to the defects in welding, welding testing and inspection. It comes under testing, non-destructive tests and destructive test. So let us see the defects in welding in detail. വെൽഡിംഗ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് വെൽഡിങ്ങിൽ എന്തിനാണോ നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ അതിനെ അൺസ്യൂട്ടബിൾ ആക്കുന്ന കാര്യങ്ങളാണ് വെൽഡിംഗ് ഡിഫക്ട്സ്. നമ്മുടെ ആപ്ലിക്കേഷൻസിന് നമ്മുടെ വെൽഡ് അൺസ്യൂട്ടബിൾ ആവുന്ന കാരണങ്ങളാണ് വെൽഡിംഗ് ഡിഫക്ട്സ്. വെൽഡിംഗ് ഡിഫക്ട്സ്, വെറൈറ്റി ഓഫ് ഡിഫക്ട്സ് ആർ ദെയർ ഇൻ വെൽഡിംഗ്. നമ്മൾ സാധാരണ കോമൺ ആയിട്ട് പറയുന്ന ഡിഫക്ട്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന് പൊറോസിറ്റി, സ്ലാഗ് ഇൻക്ലൂഷൻ, ലാക്ക് ഓഫ് ഫ്യൂഷൻ, ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ, റൂട്ട് ക്രാക്ക്, ടോ ക്രാക്ക്. ഇങ്ങനെ കുറേ അധികം ഡിഫക്ട്സ് വെൽഡിങ്ങിന് വരാറുണ്ട്. ഈ ഡിഫക്ട്സ് കംപ്ലീറ്റ് വെൽഡിങ്ങിന്റെ ക്വാളിറ്റീനെ എഫക്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഓരോ ഡിഫക്റ്റും ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് പെനിട്രേഷൻ. ലാക്ക് ഓഫ് പെനിട്രേഷൻ എന്ന് പറയുന്നത് ഫിഗറിൽ കാണുന്നത് പോലെ ഈ ഏരിയയിൽ നമ്മുടെ വെൽഡ് ബീം വിസിബിൾ അല്ല. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് മോൾട്ടൺ മെറ്റൽ ചെന്നിട്ടില്ല, അല്ലെങ്കിൽ ഫില്ലർ വയറിൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുന്ന മെറ്റീരിയൽ ഇതിനകത്തേക്ക് ചെന്നിട്ടില്ല. അപ്പൊ ഇതിന്റെ പാരൽ മെൽട്ട് ആയിട്ടില്ല, മാത്രമല്ല അതിൽ ഫില്ല് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫക്റ്റിനെ ലാക്ക് ഓഫ് പെനിട്രേഷൻ എന്നാണ് പറയാം. ഇതിന്റെ ഡെഫിനിഷൻ വന്നിട്ട് ലാക്ക് ഓഫ് വെൽഡ് മെറ്റൽ ആക്ച്വലി എൻറ്ററിങ് ദ പാരൽ മെറ്റൽ. പാരൽ മെറ്റലിൽ എത്രയാണോ നമ്മൾ വെൽഡ് മെറ്റല് മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ കുറവാണ് ഈ ലാക്ക് ഓഫ് പെനിട്രേഷൻ. ഇതിൽ സാധാരണ സംഭവിക്കാനുള്ള ഒരു പ്രധാന കാരണം ആർക്ക് ലെങ്ത് കൂടുമ്പോഴാണ് ഈ ലാക്ക് ഓഫ് പെനിട്രേഷൻ ഉണ്ടാവുന്നത്. ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ പാരൽ മെറ്റലും ഇലക്ട്രോണിക് ടിപ്പും തമ്മിലുള്ള ലെങ്ത് ആണ് ആർക്ക് ലെങ്ത്. അത് കൂടുന്ന സമയത്ത് ലാക്ക് ഓഫ് പെനിട്രേഷൻ എന്ന വെൽഡിംഗ് ഡിഫക്റ്റ് ഉണ്ടാവും. ആർക്ക് വെൽഡിങ്ങിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഈ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുക, മാത്രമല്ല പ്രോപ്പർ വെൽഡിംഗ് കറണ്ട് സെറ്റ് ചെയ്യുക എന്നീ മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ ലാക്ക് ഓഫ് പെനിട്രേഷൻ എന്ന ഡിഫക്റ്റ് അവോയ്ഡ് ചെയ്യാൻ കഴിയും. ഗ്യാസ് വെൽഡിങ്ങിലാണെങ്കിൽ ലാർജ് സൈസ് നോസിൽ ഉപയോഗിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ ഡിഫക്റ്റ് പരിഹരിക്കാൻ. നെക്സ്റ്റ് ഡിഫക്റ്റ് അണ്ടർകട്ട്. അപ്പൊ നിങ്ങൾക്ക് ഫിഗറിൽ കാണുന്ന ഇത് അണ്ടർകട്ട് എന്ന് എഴുതിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. അണ്ടർകട്ട് എന്ന് എഴുതിയിരിക്കുന്നത് ഈ ഭാഗത്ത്. ഇപ്പോ ബീഡിന്റെ ഇരുവശങ്ങളിലും രണ്ട് സൈഡുകളിലും ഉണ്ടാവുന്ന ലാക്ക് ഓഫ് മെറ്റീരിയൽ, അല്ലെങ്കിൽ അവിടെ കൂടുതൽ മെറ്റീരിയൽ അവിടെ നിന്ന് മെൽട്ടായിട്ട് അവിടെ നിന്ന് മെറ്റീരിയൽ റിമൂവ് ആവുന്ന ഈ പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ഈ ഡിഫക്റ്റിനെയാണ് അണ്ടർകട്ട് എന്ന് പറയുന്നത്. ഈ അണ്ടർകട്ട് ഉണ്ടാവുന്നതുകൊണ്ട് ആ ക്രോസ് സെക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ തിക്നെസ് കുറവായിരിക്കും. അപ്പൊ അതിന്റെ ടോട്ടൽ സ്ട്രെങ്ത്തും കുറയും. ഗ്രൂവ് formed along the edges of welding bead, thereby reducing the thickness of base metal.
എക്സസീവ് കറണ്ട് ആണ് ഇതിന് പ്രധാന കാരണം. നമ്മൾ കറണ്ട് സെറ്റ് ചെയ്യുമ്പോൾ, വെൽഡിങ് ചെയ്യുന്ന സമയത്ത് കറണ്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് കൂടുതലാണെങ്കിൽ ഈ എൻഡർകട്ട് എന്ന ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല എക്സസീവ് സ്പീഡ് കൂടുതലാണെങ്കിലും, അതുപോലെ ഇലക്ട്രോഡ് പൊസിഷൻ ശരിയല്ലെങ്കിലും ഈ അണ്ടർകട്ട് എന്നുള്ള വെൽഡിങ് ഡിഫക്റ്റ് ഉണ്ടാവാറുണ്ട്. ഇത് റെഡ്യൂസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പ്രോബ്ലംസ് പരിഹരിച്ചാൽ മതി. ഒന്ന്, വെൽഡിങ് കറണ്ട് റെഡ്യൂസ് ചെയ്യുക, ആർക്ക് ലെങ്ത് റെഡ്യൂസ് ചെയ്യുക, ഈ ഇലക്ട്രോഡിന്റെ ആംഗിള് പൊസിഷൻ കറക്റ്റ് ആക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അണ്ടർകട്ട് എന്ന വെൽഡിങ് ഡിഫക്റ്റ് അവോയ്ഡ് ചെയ്യാം. നെക്സ്റ്റ് ഡിഫക്റ്റ് ഈസ് സ്ലാഗ് ഇൻക്ലൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഫ്ലക്സ് മെൽറ്റ് ആയതിനു ശേഷം അത് പിന്നീട് സോളിഡിഫൈ ആകുന്ന സമയത്ത് അതിനുള്ള ഇമ്പ്യൂരിറ്റീസ് കംപ്ലീറ്റ് കളക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഈ സ്ലാഗ് റിമൂവ് ചെയ്യും. പോസ്റ്റ് വെൽഡിങ് ഓപ്പറേഷനിൽ സ്ലാഗ് റിമൂവ് ചെയ്യും. ഇങ്ങനെ റിമൂവ് ചെയ്താലും കുറച്ച് സ്ലാഗ് ഇതിനകത്ത് എൻട്രാപ്പ് ചെയ്യും, വെൽഡ് പൂളിനകത്ത് എൻട്രാപ്പ് ചെയ്യും. സോളിഡിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇത് മാറും. അങ്ങനെയുള്ള വെൽഡിങ് ഡിഫക്റ്റിനെ സ്ലാഗ് ഇൻക്ലൂഷൻ എന്നാണ് പറയുക. ഇത് വെൽഡ് ക്വാളിറ്റീനെ വളരെയധികം എഫക്ട് ചെയ്യും. സ്ലാഗ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോറിൻ മാറ്റർ വെൽഡ് പൂളിനകത്തേക്ക് വരികയും അത് സോളിഡിഫൈ ചെയ്യുന്ന സമയത്ത് അത് റിമൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള ഡിഫക്റ്റിനെയാണ് സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ഈ സ്ലാഗ് ഇൻക്ലൂഷൻ ഉണ്ടാവാനുള്ള പ്രധാന കാരണം മൾട്ടി പാസ് വെൽഡിങ്ങിൽ, ഒന്നിലധികം പാസ് വെൽഡിങ്ങിൽ ഇടയ്ക്ക് ഒരു പാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്ലാഗ് റിമൂവ് ചെയ്യണം. അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തില്ലെങ്കിൽ കുറച്ച് സ്ലാഗ് അതിലേക്ക് പറ്റിപ്പിടിച്ച് നിൽക്കുകയും അത് അടുത്ത പാസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എൻട്രാപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇത് മൾട്ടി പാസ് വെൽഡിങ്ങിൽ സ്ലാഗ് നമ്മൾ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഡിഫക്റ്റ് ഉണ്ടാവുന്നത്. ഈ സ്ലാഗ് ഇൻക്ലൂഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒന്ന്, നമ്മൾ ഡാമേജ്ഡ് അല്ലാത്ത അൺഡാമേജ്ഡ് ആയിട്ടുള്ള കോട്ടഡ് ഇലക്ട്രോഡ്സ് ഉപയോഗിക്കുക. ആർക്ക് വെൽഡിങ്ങിന്റെ കേസിൽ. ഗ്യാസ് വെൽഡിങ്ങിന്റെ കേസിലാണെങ്കിൽ നമ്മൾ നേരത്തെ ഫ്ലെയിം ഡിസ്കസ് ചെയ്തപ്പോൾ അതിനൊരു ഇന്നർ കോൺ പറഞ്ഞത് ആ സ്ട്രക്ചറിൽ. ഇന്നർ കോൺ വെൽഡ് പൂളിനെ പുറത്ത് വരുന്ന രീതിയിൽ വെൽഡ് ചെയ്യുക. ഇന്നർ കോൺ ഒരിക്കലും വെൽഡ് പൂളിൽ ടച്ച് ആവാത്ത രീതിയിൽ വെൽഡ് ചെയ്യുക. അങ്ങനെ ചെയ്താലും സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞ ഡിഫക്റ്റ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല സ്ലാഗ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുക, ബേസ് മെറ്റൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക, വെൽഡിങ് ടെക്നിക്സ് ഇംപ്രൂവ് ചെയ്യുക. ഇങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ലാഗ് ഇൻക്ലൂഷൻ തടയാൻ കഴിയും. നെക്സ്റ്റ് വെൽഡിങ് ഡിഫക്റ്റ് ഈസ് പൊറോസിറ്റി. പൊറോസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നമുക്ക് ഫിഗർ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇതിനകത്ത് ഗ്യാസ് അല്ലെങ്കിൽ ഹോൾസ് എൻട്രാപ്പ് ചെയ്യുന്ന ഒരു ഡിഫക്റ്റിനെയാണ് ഈ പൊറോസിറ്റി എന്ന് പറയുന്നത്. വെൽഡ് പൂളിനകത്ത് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഗ്യാസ് എൻട്രാപ്പ് ചെയ്യുകയും അത് എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിൽ തങ്ങി നിൽക്കുകയും ചെയ്യുന്നതിനെയാണ് പൊറോസിറ്റി എന്ന് പറയുന്നത്. ഹോൾസ് ഇൻ ദ വെൽഡ് മെറ്റൽ കോസ്ഡ് ബൈ ദ എൻട്രാപ്മെന്റ് ഓഫ് ഗ്യാസ്. Porosity is caused due to dampness in the flux. ഫ്ലക്സിനകത്ത് നനവുണ്ടെങ്കിൽ, ഫ്ലക്സ് കോട്ടിങ്ങിനകത്ത് നനവുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളെ പാരൻ മെറ്റലിന്റെ പുറത്ത് നനവുണ്ടെങ്കിലോ ഈ പൊറോസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വെൽഡിങ് ഡിഫക്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ റോങ് ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് നമ്മൾ ഉപയോഗിച്ചെങ്കിലും പൊറോസിറ്റി ഉണ്ടാവും. അപ്പൊ ഈ നനവുണ്ടോ, ഇപ്പോൾ സപ്പോസ് വാട്ടർ പാർട്ടിക്കിൾസ് അതിന് പുറത്തുണ്ടെങ്കിൽ അത് നമ്മൾ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് സ്റ്റീമായിട്ട് ഫോം ചെയ്യും. ആ സ്റ്റീം പുറത്തു പോകാൻ കഴിയാതെ ഇതിനകത്ത് എൻട്രാപ്പ് ചെയ്യുകയും അത് പൊറോസിറ്റി എന്ന ഡിഫക്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും. ഈ ഡിഫക്റ്റ് ഒഴിവാക്കാനായിട്ട് ഡ്രൈ ചെയ്യുക, ഇലക്ട്രോഡ് ഡ്രൈ ചെയ്യുക. അത് മാത്രമല്ല പ്രോപ്പർ ആയിട്ടുള്ള ഇലക്ട്രോഡ് ഉപയോഗിക്കുക. നമ്മുടെ ബേസ് മെറ്റൽ ക്ലീൻ ചെയ്യുക. പ്രോപ്പർ ക്ലീനിങ് ഈസ് റിക്വയർഡ്. ഗ്യാസ് വെൽഡിങ്ങിന്റെ കേസിലാണെങ്കിൽ നോസിൽ വെൽഡ് മെറ്റലിനെ കുറച്ച് എവേ ആയിട്ട് കുറച്ച് മുകളിലായിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ഗ്യാസ് വെൽഡിങ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൊറോസിറ്റി എന്ന വെൽഡിങ് ഡിഫക്റ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വെൽഡിങ് ഡിഫക്റ്റ് ഈസ് വെൽഡിങ് ക്രാക്ക്.
ഈ ഫിഗറിൽ കാണുന്നത് കുറെ ക്രാക്കുകൾ വിസിബിൾ ആണ്. ഒന്ന് നമ്മുടെ ഈ സോളിഡിഫൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ജോയിന്റിലാണ് ഒന്ന് ക്രാക്ക് ഇതിലേക്ക് വന്നിരിക്കുന്നത്. ഈ ബി എന്ന് പറഞ്ഞ കേസിലാണെങ്കിൽ അത് ഈ പാരൻ മെറ്റലിന്റെ സൈഡാണ് ക്രാക്ക് വിസിബിൾ ആയിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ഡി എന്ന് പറയുന്നത് വെൽഡ് ബീഡിന്റെ മുകളിലാണ് ക്രാക്ക് വിസിബിൾ ആയിട്ടുള്ളത്. സി ഡി എന്ന് പറയുന്നത് അതിന്റെ ക്രോസ് സെക്ഷൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സെൻട്രലാണ് ക്രാക്ക് വിസിബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്കൊരു ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ഈ വെൽഡ് ക്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിരിക്കില്ല. വെൽഡ് സോണിൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഫോം ചെയ്യും. ഇത് ഈ ക്രാക്ക് ഉണ്ടാവാനുള്ള പ്രധാന കാരണം നമുക്കറിയാം, ഈ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ടെമ്പറേച്ചർ റേസ് ചെയ്യും, അതുപോലെ എക്സ്പാൻഷൻ തെർമൽ എക്സ്പാൻഷൻ സംഭവിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഈ എക്സ്പാൻഷൻ പ്രിവെന്റ് ചെയ്യുന്ന സമയത്ത് ജിഗ് ഫിക്സർ ഉപയോഗിച്ച് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും, തെർമൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഈ സ്ട്രെസ് കാരണം എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഒക്കെ ഉണ്ടാവുന്ന സമയത്താണ് ഈ ക്രാക്ക് വെൽഡ് ബീഡിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിന് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫില്ലർ വയറും അതുപോലെ പാരൻ മെറ്റലും ഡിഫറെന്റ് മെറ്റീരിയൽ ആണെങ്കിൽ ഡിഫറെന്റ് തെർമൽ എക്സ്പാൻഷൻസ് ആണ് ഉണ്ടാവുക. വേറെ ഓരോരോ മെറ്റീരിയലും വേറെ വേറെ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഉണ്ടാവുക. അപ്പോൾ അതിന്റെ മെറ്റീരിയൽ ചേഞ്ച് ഉണ്ടെങ്കിൽ തെർമൽ എക്സ്പാൻഷൻ ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെയാണ് ക്രാക്ക് ഫോം ചെയ്തത്. ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫില്ലർ മെറ്റീരിയൽ ബേസ് മെറ്റലിനെ മാച്ച് ചെയ്യുന്ന ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിക്കണം. അടുത്ത വെൽഡിങ് സ്പാറ്റർ. ഇത് നമ്മൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു വെൽഡിങ് ഡിഫക്റ്റ് ആണ്. നമ്മളെല്ലാവരും വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പുറമെ വിസിബിൾ ആണ് വെൽഡ് സ്പാറ്റർ എന്ന് പറയുന്നത്. Globulus of metal expelled from an electrode and deposited on the surface of the parent metal. ഇലക്ട്രോഡ് നമ്മൾ വെൽഡിങ് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ചധികം മെൽട്ടായിട്ട് അതിന്ന് സ്പാർക്ക് പോലെ അല്ലെങ്കിൽ ഈ ഗ്ലോബുലസ് ആയിട്ടുള്ള ചെറിയ ചെറിയ ബോൾസ് പോലെ അതിന്ന് തെറിച്ച് വീണ് നമ്മുടെ പാരൻ മെറ്റലിന്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കും, ഈ ഫിഗറിൽ കാണുന്ന പോലെ. അപ്പൊ ഇതിനെയാണ് വെൽഡിങ് സ്പാറ്റർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് ഒന്നുകിൽ ചിപ്പിംഗ് ഹാമർ ഉപയോഗിച്ച് അതിനുശേഷം ഈ വയർ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഹീറ്റ് ഇൻപുട്ട് ആണ് ഇതിന്റെ പ്രധാന കാരണം. അല്ലെങ്കിൽ ഡാം വെൽഡിംഗ് കണ്ടീഷൻസും ഇതിന് കാരണമായിട്ട് മാറാറുണ്ട്. ഈ സ്പാറ്റർ മിനിമൈസ് ചെയ്യാനായിട്ട് വെൽഡിംഗ് കണ്ടീഷൻസ് ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യുക. പ്രീഹീറ്റിംഗ് ഓഫ് ഇലക്ട്രോഡും ബേസ് മെറ്റലും അതിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹീറ്റ് ഇൻപുട്ട് റെഡ്യൂസ് ചെയ്യുക. ഹീറ്റ് ഇൻപുട്ട് റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കറണ്ട് റെഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ് പുവർ ഫ്യൂഷൻ. നമുക്കറിയാം വെൽഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പാരൻ മെറ്റലും അതുപോലെ ഫില്ലർ മെറ്റലും രണ്ടും മെൽട്ടായിട്ട് ഒരു സിംഗിൾ ജോയിന്റ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് വെൽഡിംഗ്. അപ്പോൾ ഈ ഫസ്റ്റ് ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ലാക്ക് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇപ്പൊ ഇവിടെ പാരൻ മെറ്റല് മെൽട്ടായിട്ടില്ല. അപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മൾ അതിലേക്ക് പോർ ചെയ്തു. പാരൻ മെറ്റലിന് മെൽറ്റ് ആവാനുള്ള സഫിഷ്യന്റ് ടെമ്പറേച്ചർ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിലേക്ക് പോർ ചെയ്യുക പറഞ്ഞാൽ വെൽഡിംഗ് ഇലക്ട്രോഡ് അതിലേക്ക് മുട്ടിച്ച് അതിന്റെ ടിപ്പിലുള്ള മെറ്റീരിയൽ മെൽട്ടായിട്ട് വെൽഡ് ക്യാവിറ്റിയിലേക്ക് വീണു. അപ്പോൾ അത് പാരൻ മെറ്റല് മെൽറ്റ് ആവാത്തത് കൊണ്ട് അവിടെ ഒരു ഗ്യാപ്പ്, പ്യൂർ ഫ്യൂസ് ആവാത്തത് കൊണ്ട് അവിടെ ഒരു ഗ്യാപ്പ് എപ്പോഴും നമുക്ക് വിസിബിൾ ആയിരിക്കും. ഇതിപ്പോൾ സിംഗിൾ പാസ് വെൽഡിങ്ങിന്റെ കേസിലാണിത്. ഇതൊരു മൾട്ടിപ്പിൾ പാസ് ഒന്നിലധികം പാസിനുള്ള ഒരു വെൽഡിങ്ങിന്റെ ഫിഗറാണ് ഈ റൈറ്റ് സൈഡ് കാണുന്നത്. Lack of thorough and complete mixing between filler metal and base metal caused due to faulty technique. ഈ ഡിഫക്റ്റ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പർ വെൽഡിംഗ് കണ്ടീഷൻസ് അതുപോലെ ഇംപ്രൂവ്ഡ് വെൽഡിംഗ് ടെക്നിക്സ് ഉപയോഗിച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പുവർ ഫ്യൂഷൻ എന്ന വെൽഡിംഗ് ഡിഫക്റ്റ് അവോയ്ഡ് ചെയ്യാൻ കഴിയും.
അടുത്തത് വാർപ്പിംഗ് ആൻഡ് ഡിസ്റ്റോർഷൻ. ഫിഗർ കാണുമ്പോൾ ഫിഗറിൽ ഒരു ഡോട്ടർ ലൈൻ, കുറേയധികം ഡോട്ടർ ലൈനും കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ മെറ്റീരിയലും കാണുന്നുണ്ട്, പാരമെറ്റലും വെൽഡ് ബീഡും കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ശരിക്കും നമ്മൾ ഇന്റന്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ വെൽഡിങ് കഴിഞ്ഞതിന് ശേഷം ഈ ഡോട്ടർ ലൈനിലായിരിക്കണം ഇതിന്റെ ശരിക്കുള്ള മെറ്റീരിയൽ നിൽക്കേണ്ടത്. അതിന് പകരം ഇതിനകത്ത് തെർമൽ സ്ട്രെസ്സസ് ഒക്കെ ഉണ്ടാവുന്നത് കാരണം, അല്ല എക്സ്പാൻഷൻ, തെർമൽ എക്സ്പാൻഷൻ ഉണ്ടാവുന്നത് കാരണം ഇത് അണീവൺ ആയിട്ട് ചില സ്ഥലങ്ങളിൽ പൊങ്ങിയും താഴ്ന്നും ബെൻഡായിട്ടും ഒക്കെ ഇരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിഫക്റ്റിനെയാണ് വാർപ്പിംഗ് അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഡീവിയേഷൻ ഓഫ് വെൽമെന്റ്സ് ഫ്രം സ്ട്രെയിറ്റ്നെസ് ഓർ ഫ്ലാറ്റ്നെസ്. സ്ട്രെയിറ്റും ഫ്ലാറ്റും ആയിരിക്കുന്നതിന്റെ ഡീവിയേഷൻ ആണ് ഈ വാർപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഇംബാലൻസ് ഇൻ സ്ട്രെസ് സെറ്റപ്പ് ഡ്യൂറിങ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ദി വെൽഡ് മെറ്റൽ ആൻഡ് സറൗണ്ടിങ് പാരന്റ് മെറ്റൽ. വെൽഡ് മെറ്റലിന്റെയും പാരന്റ് മെറ്റലിന്റെയും ഈ എക്സ്പാൻഷനും കോൺട്രാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് ഈ പെർട്ടിക്കുലർ വെൽഡിംഗ് ഡിഫക്റ്റ് ഉണ്ടാവുന്നത്. വാർപ്പിംഗ് ആൻഡ് ഡിസ്റ്റോർഷൻ. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഈ വെൽഡിന്റെ എൻഡിൽ ടാക്ക് വെൽഡിങ് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അറിയാം, നമ്മൾ വെൽഡിങ് കൂടുതൽ ലോങ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ കുറെ സ്ഥലങ്ങളിൽ നമ്മൾ ടാക്ക് വെൽഡ് ചെയ്യും. ഒരു ചെറിയൊരു സ്പോട്ട് അടിച്ചിട്ട് ടാക്ക് വെൽഡ് ചെയ്യും. അപ്പൊ അങ്ങനെ വെൽഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ ഡീവിയേഷൻ നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനെ പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യണം. നമ്മുടെ പാരലൽ മെറ്റൽ പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യണം. അതിന് ഫിക്സ്ചേഴ്സ്, വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആയിട്ടുള്ള ഫിക്സ്ചേഴ്സ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് ലോങ് റൺസ് അവോയ്ഡ് ചെയ്യാം. ദീർഘദൂരമുള്ള ഈ പാസ് വെൽഡിംഗ് റൺസ് അവോയ്ഡ് ചെയ്യുക. ഇന്റർമീഡിയറ്റ് കുറച്ച് ദൂരം വെൽഡ് ചെയ്യാം, പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് പിന്നെയും വെൽഡ് ചെയ്യാം. അങ്ങനെയുള്ള വെൽഡിംഗ് പ്രോസസ്സ് ഉപയോഗിച്ചും നമുക്ക് ഈ വാർപ്പിംഗ് ആൻഡ് ഡിസ്റ്റോർഷൻ പറഞ്ഞ വെൽഡിംഗ് ഡിഫക്റ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടെസ്റ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ. നമ്മൾ വെൽഡിങ്ങിനെ കുറിച്ച് പഠിച്ചു, വെൽഡിംഗ് ഡിഫക്റ്റിനെ കുറിച്ച് പഠിച്ചു, അതുപോലെ വെൽഡിംഗ് മെത്തേഡ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സ്യൂട്ടബിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. നമ്മൾ വെൽഡ് ചെയ്ത ജോയിന്റ് നമ്മുടെ ഇന്റൻഡഡ് യൂസിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതിന് രണ്ട് രീതിയിൽ ടെസ്റ്റ് ചെയ്യും. ഒന്ന് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റും, അതുപോലെ രണ്ടാമത്തത് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്. നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് സാധാരണ പറയുന്നത് NDT എന്നാണ് പറയുന്നത്. NDT. ഇപ്പൊ NDT ടെസ്റ്റുകൾ പലതും ഓഫർ ചെയ്യുന്ന എറണാകുളം ബേസ്ഡ് കുറെ അധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് NDT സർട്ടിഫിക്കറ്റ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഈ ടെസ്റ്റ് തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ടെസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അതുപോലെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അപ്പൊ എന്തൊക്കെയാണ് ഈ NDT എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ വെൽഡ് ജോയിന്റിന് ഒന്നും സംഭവിക്കില്ല, നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും. നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റില്. ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ വൺസ് ആ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ജോയിന്റ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, അത് ഡിസ്ട്രക്റ്റ് ആയി പോകും. ഓക്കെ, നമുക്കറിയാം defects in the weld reduce the strength of the welded joints because of the demand of high reliability. The testing methods of weldments are organized. നമുക്ക് ഇതിലെ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വിഷ്വൽ ഇൻസ്പെക്ഷൻ, സെക്കൻഡ് റേഡിയോഗ്രാഫി ടെസ്റ്റ്, അൾട്രാസോണിക് ടെസ്റ്റ്, മാഗ്നറ്റിക് ടെസ്റ്റ്, liquid penetrant test. These are the commonly used non-destructive test in welding. Let us see one by one. Visual inspection. Visual inspection എന്ന് പറയുന്നത് നമ്മൾ നേക്കഡ് ആയി കൊണ്ട് വിഷ്വൽ ആയിട്ട് കാണുന്ന ഡിഫക്ട്സ് ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ വിഷ്വൽ ഇൻസ്പെക്ഷൻ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഏതൊക്കെ ഡിഫക്റ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും? ഇതിന്റെ പുറത്ത് സർഫസിൽ വിസിബിൾ ആയിട്ടുള്ള അണ്ടർ കട്ട്, സർഫസ് ബ്ലോ ഹോൾസ്, ക്രാക്സ് ആൻഡ് ഡയമെൻഷണൽ എറേഴ്സ്. ഡയമെൻഷണൽ എറേഴ്സ് നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് അത് മെഷർ ചെയ്യുക. അങ്ങനെയുള്ള ഡിഫക്ട്സ് കംപ്ലീറ്റ് വിഷ്വൽ ഇൻസ്പെക്ഷനിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ വിഷ്വൽ ഇൻസ്പെക്ഷനിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഇന്റേണൽ, ഇതിനകത്ത്
ഉള്ള ഡിഫക്ട്സ് ആണെങ്കിൽ അതിന് റേഡിയോഗ്രാഫി ടെസ്റ്റ് ഉപയോഗിക്കാം. റേഡിയോഗ്രാഫി ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറെന്റ് അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ, എക്സ്റേ ഓർ വൈ റേസ് പാസിംഗ് ത്രൂ ദ വർക്ക്. ഇതിന്റെ ഡിഫറൻസ് ആണ് അതിന്റെ പ്രിൻസിപ്പിൾ. അത് നമ്മുടെ മെറ്റീരിയലിന്റെ അബ്സോർപ്ഷൻ റേറ്റ്, എക്സ്റേസിന് വൈ റേസിന് അബ്സോർപ്ഷൻ റേറ്റിനുള്ള ഡിഫറൻസ് ആണ് ഈ റേഡിയോഗ്രാഫി ടെസ്റ്റിന്റെ പ്രിൻസിപ്പിൾ. ഇതില് ബ്ലോ ഹോൾസ് ഉള്ള വെൽഡ്മെന്റ്സ്, വെൽഡ് ഏരിയ will absorb less radiation than the weldments with slag inclusion. Slag inclusion കമ്പയർ ചെയ്യുമ്പോൾ ബ്ലോ ഹോൾസ് ഉള്ള വെൽഡ്മെന്റ്സ് കുറച്ച് കുറവ് റേഡിയേഷൻ ആണ് അബ്സോർബ് ചെയ്യുക. അപ്പൊ ഈ അബ്സോർബ് ചെയ്യാനുള്ള എമൗണ്ട് നമ്മൾ റേഡിയോഗ്രാഫി ടെസ്റ്റിലൂടെ കണ്ടുപിടിച്ചിട്ടാണ് റേഡിയോഗ്രാഫി ഫിലിംസ് പ്ലോട്ട് ചെയ്യുക. അങ്ങനെ ഈ ഫിലിംസിലൂടെയാണ് നമുക്ക് ഇതിന്റെ വെൽഡിന്റെ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയുക. അപ്പൊ ഇതില് ഇന്റേണലി ഉള്ള പോറോസിറ്റി, ക്രാക്ക്, പോർ ഫ്യൂഷൻ, സ്ലാഗ് ഇൻക്ലൂഷൻ ഒക്കെ റേഡിയോഗ്രാഫി ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. നെക്സ്റ്റ് വൺ, അൾട്രാസോണിക് ടെസ്റ്റ്. ലാർജ് വെൽഡ്മെന്റ്സ് ഉള്ള മൈന്യൂട്ട് ആയിട്ടുള്ള ഇന്റേണൽ ഫ്ലോസ് ഡിറ്റക്ട് ചെയ്യാനാണ് അൾട്രാസോണിക് ടെസ്റ്റ് ഉപയോഗിക്കുക. ഇതില് അൾട്രാസോണിക് വേവ്സ് പാസ് ചെയ്യും. നമ്മുടെ വെൽഡ്മെന്റ്സിലൂടെ അൾട്രാസോണിക് വേവ്സ് പാസ് ചെയ്യും. അങ്ങനെ അൾട്രാസോണിക് വേവ്സ് പാസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വേവ്സ് റിഫ്ലക്ട് ചെയ്യും. ഈ ഡിഫക്റ്റിൽ ഉണ്ടാവുന്ന വേവ്സും അതുപോലെ ഡിഫക്റ്റ് ഇല്ലാത്ത സ്ഥലത്തിന്റെ വേവ്സും ഒക്കെ സ്റ്റഡി ചെയ്യാനായിട്ട് ഒരു ഓസിലോസ്കോപ്പ് ഉണ്ടാവും, കാത്തോഡ് റേ ഓസിലോസ്കോപ്പ്, CRO. അങ്ങനെ ആ ഓസിലോസ്കോപ്പിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഇതിന്റെ വെൽഡിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇത് ഡിഫക്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. Next one, magnetic test. Magnetic test reveals the surface defects due to dispersion of magnetic flux at the defect. Defect ഉണ്ടാവുന്ന magnetic fluxന്റെ dispersion കാരണമാണ് magnetic testന്റെ പ്രിൻസിപ്പിൾ. Magnetic testലൂടെ നമുക്ക് surface defect നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതുപോലെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ വേരിയേഷൻ കാരണമാണ് നമ്മൾ ഈ സർഫസ് ഡിഫക്ട്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. ദിസ് കോസസ് ദ അട്രാക്ഷൻ ഓഫ് മാഗ്നറ്റിക് പൗഡർ അറ്റ് ദ എഡ്ജ് ഓഫ് ക്രാക്ക് ഓർ ഡിസ്കണ്ടിന്യൂറ്റി. ഈ മെത്തേഡ് ഫൈൻ ക്രാക്സും അതുപോലെ പോർസും ഒക്കെ ഡിറ്റക്ട് ചെയ്യാനാണ് ഈ മെത്തേഡ്സ് ഉപയോഗിക്കുക. മാഗ്നറ്റിക് ടെസ്റ്റ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത് ഫൈൻ ക്രാക്സും അതുപോലെ പോർസ് കണ്ടുപിടിക്കാനാണ്. നെക്സ്റ്റ് വൺ, ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റ്. ഫൈൻ ക്രാക്സ് റിവീൽ ചെയ്യാൻ കണ്ടുപിടിക്കാനാണ് ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റ് ഉപയോഗിക്കുക. ഇതില് ഈ ടെസ്റ്റിന്റെ പ്രൊസീജിയറിൽ നമ്മൾ ഒരു ലിക്വിഡിൽ ഇത് ഇമ്മേഴ്സ് ചെയ്യും. നമ്മുടെ വെൽഡ്മെന്റ് നമ്മൾ ഒരു ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്യും അല്ലെങ്കിൽ ഇറക്കി വെക്കും. അത് സാധാരണ കെറസിൻ അല്ലെങ്കിൽ ഓയിൽ ആയിരിക്കും. അതിനുശേഷം ഇത് വൈപ്പ് ചെയ്യും, ഡ്രൈ ആയിട്ട് വൈപ്പ് ചെയ്യും. എന്നിട്ട് ഒരു മെറ്റാലിക് പൗഡറിലേക്ക് ഇത് ഇറക്കി വെക്കും. ഈ സമയത്ത് നമ്മൾ വൈപ്പ് ചെയ്തിട്ട് പോകാത്ത കുറച്ച് ലിക്വിഡ് അതിനകത്ത് ഉണ്ടാവും. ആ സ്ഥലങ്ങളിൽ ഈ മെറ്റാലിക് പൗഡർ സ്റ്റിക്ക് ചെയ്യും, അഡിയർ ചെയ്യും. അപ്പൊ അങ്ങനെ ഈ മെറ്റാലിക് പൗഡർ നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് ഇതിൽ ഈ ക്രാക്ക് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ലാസ്റ്റ്, ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്. ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോയിന്റ് റീയൂസ് ചെയ്യാൻ കഴിയില്ല, ഡിസ്ട്രക്റ്റ് ആയി പോകും. അങ്ങനെയുള്ള ടെസ്റ്റിനാണ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. Besides the above non-destructive test, the mechanical tests, destructive tests are used to determine the mechanical properties of weld joints. Weld joints ന്റെ mechanical properties കണ്ടുപിടിക്കാനാണ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കുക. ഈ ടെസ്റ്റിലൂടെ സാധാരണ നമുക്ക് അതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത്, ഇമ്പാക്ട് സ്ട്രെങ്ത്, ഹാർഡ്നെസ് ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ കഴിയും. അതിൽ രണ്ട് ടെസ്റ്റ് നമ്മൾ ഇവിടെ താഴെ പറയുന്നുണ്ട്, ടെൻസൈൽ ടെസ്റ്റും അതുപോലെ ബെൻഡിങ് ടെസ്റ്റും. എന്താണെന്ന് നോക്കാം.
A tensile test may be conducted on transverse weld specimen. Tensile axis is across the weld axis. Longitudinal weld specimen. Tensile axis is along the weld axis. ഇത് രണ്ട് രീതിയിൽ ടെൻസൈൽ ടെസ്റ്റ് ചെയ്യാം. ഒന്ന് ഈ വെൽഡ് ബീഡിനെ അക്രോസ് ആയിട്ടും ഒന്ന് അലോങ് ആയിട്ടും. ഇതിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്പെസിമെൻ അതാണ് കൂടുതൽ ഇൻഫർമേഷൻസ് റിവീൽ ചെയ്യുക. നമ്മൾ ഈ ട്രാൻസ്വേഴ്സ് ആയിട്ട് ചെയ്യുന്നതിന് പകരം ലോഞ്ചിറ്റ്യൂഡിനൽ ചെയ്യുമ്പോഴാണ് അതിൽ കൂടുതലായിട്ടുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുക. In the longitudinal test, the specimen is pulled in a direction parallel to the weld axis. Weld axis parallel ആയിട്ട് നമ്മുടെ ടെസ്റ്റ് സ്പെസിമെൻ പുൾ ചെയ്യും. അപ്പോൾ വെൽഡ് മെറ്റൽ എലോങ്ങേറ്റ് ചെയ്യും. നമ്മുടെ ഈ വെൽഡ് മെറ്റൽ എലോങ്ങേറ്റ് ചെയ്യും, ബേസ് മെറ്റലും അതിനോടൊപ്പം എലോങ്ങേറ്റ് ചെയ്യും. ഏറ്റവും അവസാനം അത് ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യും. അതിൽ ക്വാളിറ്റി കുറഞ്ഞ വെൽഡിംഗ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ക്വാളിറ്റി കുറഞ്ഞ വെൽഡിംഗ് ആണെങ്കിൽ ഈ ബേസ് മെറ്റലിന്റെ സ്ട്രെങ്ത്തിന് മുമ്പ് തന്നെ നമ്മുടെ ജോയിന്റ് ഫെയിലിയർ ആവും അല്ലെങ്കിൽ ഫ്രാക്ചർ ആവും. അങ്ങനെയാണ് ഈ ടെൻസൈൽ ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മുടെ ടെൻസൈൽ സ്ട്രെങ്ത്തുകൾ അല്ലെങ്കിൽ ഇമ്പാക്ട് സ്ട്രെങ്ത്തുകളൊക്കെ കണ്ടുപിടിക്കുന്നത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബെൻഡ് ടെസ്റ്റ്. ബെൻഡ് ടെസ്റ്റ് സാധാരണ ചെയ്യുന്ന ഡക്റ്റിലിറ്റി, നമ്മുടെ ജോയിന്റിന്റെ ഡക്റ്റിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെൻഡ് ടെസ്റ്റ് ഉപയോഗിക്കുക. ടെൻസൈൽ ടെസ്റ്റ് പോലെ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ഒന്നുകിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ആയിട്ട് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പാരലൽ ടു ദ വെൽഡ് ആക്സിസ് ചെയ്യാം, ഒന്ന് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ വെൽഡ് ആക്സിസ്, അതാണ് ട്രാൻസ്വേഴ്സ്. ഈ രണ്ട് രീതിയിലും ബെൻഡ് ടെസ്റ്റ് ചെയ്യാം. ഇതിൽ ട്രാൻസ്വേഴ്സ് ആയിട്ട് ബെൻഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടെൻഷൻ ടെസ്റ്റിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത ഡിഫക്റ്റുകൾ പ്രസൻസ്, അതിന്റെ ഡിഫക്റ്റിന്റെ പ്രസൻസ് നമുക്ക് റിവീൽ ചെയ്യുന്നത് ട്രാൻസ്വേഴ്സ് ആയിട്ട് ബെൻഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ ബെൻഡ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇവാലുവേഷൻ ഓഫ് ജോയിന്റ്സ് ഇൻ ഡിസിമിലർ മെറ്റൽസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് രണ്ട് ടോപ്പിക്കാണ്. ഒന്ന് ഡിഫക്ട്സ് ഇൻ വെൽഡിങ്ങും ടെസ്റ്റിംഗ് ഓഫ് വെൽഡിങ്ങും. വെൽഡിംഗ് ഡിഫക്ട്സിന് അണ്ടറിൽ നമ്മൾ ലാക്ക് ഓഫ് പെനിട്രേഷൻ, undercut, slag inclusion, porosity, weld crack, spatter, poor fusion, warping and distortion തുടങ്ങിയ വെൽഡിംഗ് ഡിഫക്ട്സ് ആണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ടെസ്റ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ അണ്ടറിൽ NDTയും അതുപോലെ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് നോക്കി. അതിൽ NDTയിലെ ഫസ്റ്റ് വൺ വിഷ്വൽ ഇൻസ്പെക്ഷൻ, റേഡിയോഗ്രാഫി ടെസ്റ്റ്, അൾട്രാസോണിക് ടെസ്റ്റ്, മാഗ്നറ്റിക് ടെസ്റ്റ്, ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകളാണ് NDTന്റെ അണ്ടറിൽ വരുന്നത്. അറ്റ് ലാസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിന്റെ കീഴിൽ നമുക്ക് ടെൻസൈൽ ടെസ്റ്റും അതുപോലെ ബെൻഡ് ടെസ്റ്റും. ഇത്ര നേരം ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും താങ്ക് യു.